നിങ്ങൾ അറിഞ്ഞോ? മോനും മരുമോളും വീണ്ടും അടിച്ചു പിരിഞ്ഞെന്ന്. അത് പതിവുള്ള കാര്യമല്ലേ? എന്താണ് പുതിയ സംഭവം? അവക്ക് പണ്ടെങ്ങാണ്ട് പ്രേമലേഖനം കൊടുത്ത ഏതോ ഒരുത്തം ഫോണിൽ വിളിച്ചെന്ന് രാത്രിയിൽ. എന്നിട്ട് എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്ക് ആണുക്ക് പിന്നെ ഇത്രയും മതിയല്ലോ. എടി, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ എല്ലാ ആണുങ്ങളും ഒരേപോലെ ഒന്നും അല്ലെന്ന്? ഞാൻ എപ്പോഴെങ്കിലും നിന്നെ സംശയിച്ചിട്ടുണ്ടോ? അതിന് ഞാൻ അവസരം തന്നിട്ട് വേണ്ടേ? ആര് പറഞ്ഞ അവസരം തന്നില്ലെന്ന്? നിനക്കൊണ്ട് ഭക്തിമൂത്ത് അമ്പലത്തിൽ പോകുന്നൊരു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നല്ലോ, അന്നൊന്നും ഞാൻ നിന്നെ സംശയിച്ചില്ലല്ലോ. അതിന് അമ്പലത്തിൽ പോകുന്നതിന് എന്തിനാ സംശയിക്കുന്നത്? അല്ല, നീ വല്ല പൂജാരിയെ മറ്റേ കാണാൻ പോകണമെന്നു. അപ്പൊ നിങ്ങക്ക് എന്നെ സംശയം ഉണ്ടായിരുന്നല്ലേ അന്ന്? അതെ, വീട് 10-25 വർഷം മുമ്പ് നടന്ന കഥയല്ലേ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഇപ്പൊ എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല. അതെന്താ? പ്രായമായില്ലേ? എനിക്ക് പ്രായമായില്ലേ? അച്ഛാ, ആ സുഭാഷനടുത്ത് പറയണ ഞാനാ ബാംഗ്ലൂർ പോന്നേന്ന്. സുഭാഷനടുത്ത് പറയണ ഞാനാ ബാംഗ്ലൂർ പോന്നേന്ന്. ഉത്തമം പോണെന്നല്ലേ പറഞ്ഞത്? അവിടെ ചേട്ടൻ ചേട്ടത്തിയായിട്ട് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം നടക്കുക. എന്തോ വലിയ പ്രശ്നം കേട്ടോ. എന്തോ പാട്ട് പാടിയെന്നോ ഡാൻസ് കളിച്ചെന്നോ അങ്ങനെ എന്താണ്ടൊക്കെ. ഡാൻസ് കളിച്ചെന്നാ? അതൊന്നും എനിക്കറിയത്തൊന്നുമില്ല. അച്ഛാ അച്ഛാ, എനിക്കൊരു 1000 രൂപ തരുമോ? എന്റെ പൈസ ഒന്നുമില്ല. അച്ഛാ, ഒരു നല്ല ഷർട്ട് ഇട്ടോണ്ട് പോകാനില്ലേ അച്ഛാ? ഈ ലക്ഷറി കാറിലൊക്കെ പോകുമ്പോഴേ നല്ല ഷർട്ട് ഇട്ടോണ്ട് പോകണം, അല്ലെങ്കിൽ മീനു ചക്രവർത്തി എന്നെ കണ്ട ആട്ടി തുപ്പും. എടാ ചക്ക, നീ നാട്ടിലുള്ള പെമ്പിള്ളേരെ മുഴുവൻ വഴി തെറ്റിച്ച് ആരുടെയും അടിമേടിച്ച് കെട്ടുവോ? സുമേഷ് അങ്ങനെ ഒരു പെണ്ണിനെ പരിചയപ്പെടാനേ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. എന്തുവാ? ആദ്യം അവളുടെ ഫാമിലിയിൽ ഗുണ്ട ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അന്വേഷിക്കും. രണ്ടാമത് എന്തോ അന്വേഷിക്കും നമുക്കറിയാം. വിദ്യാഭ്യാസം ഉണ്ടോടാ? വിദ്യാഭ്യാസം ഒന്നല്ല, അവളുടെ ഫാമിലിയിൽ പോലീസ് ബാക്ക്ഗ്രൗണ്ട് വല്ലതും ഉണ്ടോന്ന് അന്വേഷിക്കും. ഇങ്ങനെ ഇതെല്ലാം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സുമേഷ് ഒരു പെണ്ണിനെ വഴിതെറ്റിക്കാറുള്ളൂ. എന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ? പൈസ എന്റെ അലമാരക്കകത്തെ കുറെ എന്റെ പഴയ ഷർട്ടുകൾ ഇരിപ്പുണ്ട്. അത് ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ? നിനക്ക് നന്നായിട്ട് ചേരും. അയ്യേ, ആ ഊത്ത ഷർട്ട് ഞാൻ ഇട്ടുണ്ട് പോയി. കഷ്ടം. എടാ, ഇതൊക്കെ പറഞ്ഞാൽ ഉത്തമൻ എന്ത് ചെയ്യൂടാ? ഉത്തമൻ എന്നെ അതാ കോമഡി. അവിടെ വീട് മൊത്തം അടിച്ച് പൊളിച്ചിട്ട് ട്രോഫി അങ്ങോട്ട് തപ്പിക്കൊണ്ടിരിക്കുക. ഇന്ന് മിക്കവാറും എന്തെങ്കിലും ഒരു പുരാവസ്ഥ കിട്ടും കേട്ടോ. ട്രോഫി കിട്ടിയോ ചേട്ടാ? കിട്ടില്ലെന്നാ കേട്ടോ തോന്നുന്നേ. പാവം, തപ്പി തപ്പി ഊപ്പാട് വന്നു തോന്നുന്നു. അതിനിപ്പോ ഞാൻ എന്താ വേണം? ഞാൻ പറഞ്ഞു അങ്ങേരോട് പോയി കിടന്ന് ട്രോഫി തപ്പാൻ. എന്റെ പൊന്നമ്മേ, ഒന്ന് ചെന്ന് ഒത്തുതീർപ്പാക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റൂല. എനിക്ക് വീടിന്റെ തറക്കല്ല് വരെ പൊളിച്ചു തപ്പും. തപ്പട്ടെ. അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത്. അത് പോയിന്റ്. അപ്പൊ എനിക്കാണോ സ്നേഹമില്ലാത്ത? അങ്ങനെ അവള് പറഞ്ഞില്ല. സംഭവം ചേട്ടന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷെ നാത്തൂനൊന്നും മനസ്സിലാക്കണം, അതിന്റെ പിന്നിലെ ആ വികാരം. എന്തോ വികാരം? ഇല്ല, ഒന്നുമില്ല, ഞാൻ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാ. എന്നെ അങ്ങനെ നിങ്ങൾ ആരും സമാധാനിപ്പിക്കണ്ട. പറ്റുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഒന്ന് പോയി പറഞ്ഞ് സമാധാനിപ്പിക്കുക. നടക്കൂല. ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പം വേറെ ഒന്നും പറയണ്ട. ഇപ്പം ആ ട്രോഫി കിട്ടിയ കാര്യം നമ്മൾ വിശ്വസിച്ച് നിങ്ങളുടെ ആണയിട്ട് പറഞ്ഞാൽ മതി. അത് അമ്മ തന്നെ ചെന്ന് പറയേണ്ടി വരും. എടി, നീ ചെന്ന് പറ. രണ്ടുപേരും കൂടി ചെന്ന് പറ. ഞാൻ പറയത്തില്ല. പണ്ടേ വല്ല 3ാം സ്ഥാനവും കിട്ടിയിട്ടുണ്ടായിരിക്കും, വല്ല മിഠായി പെറുക്കലോ തവളചാട്ടമല്ലോ. അതൊന്നും അല്ല, ചേട്ടന് ശരിക്കും പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഉണ്ടെങ്കിലേ ചേട്ടൻ ഇത്രയും ദേഷ്യം വരുള്ളൂ. ചേട്ടൻ പറയുന്ന ആരെങ്കിലും വിശ്വസിച്ചില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. കൊച്ചിലെ തൊട്ട് അങ്ങനെ തന്നെയാ. അതാ സംഭവം. ഇന്ന് ഞാൻ ഒരു സത്യം പറയട്ടെ. എന്ത് സത്യം? ഈ സിദ്ധാർത്ഥന് ശരിക്കും മെഡലൊന്നും കിട്ടിയിട്ടില്ല. അതായത് ഈ ലോങ് ജമ്പിന് ചാടിയിട്ട് സ്ഥിരമായിട്ട് കാല് മടങ്ങലായിരുന്നു അവന്റെ പരിപാടി. പിന്നെ അങ്ങനെ ഇവിടുത്തെ ലെറ്റർ തന്നെന്ന് പറഞ്ഞ ഒരു ഗുമ്മില്ലല്ലോടി. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂട്ടി പറഞ്ഞതാ. അടിപൊളി. എന്റെ പൊന്നോ, ഇതിന്റെ പേരിലാണ്, ഈ ഒരു ഒറ്റ തള്ളിന്റെ പേരിലാണ് രാവിലെ തൊട്ട് ഈ പ്രശ്നമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് ആ കോള് കഴിഞ്ഞപ്പോ ഉള്ള ഒരു ഓവറായിട്ടുള്ള നാണവും. പൊടി, എനിക്ക് ശരിക്കും നാണം വന്നോ? ഉവ്വ, പാവം. ദാ ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്ന മനുഷ്യനാ. ഇപ്പൊ ചിരിക്കുന്നില്ല. അത് കുഴപ്പമില്ല, ഇച്ചിരി കഴിയുമ്പോൾ മാറിക്കോളും. ദുഷ്ട. ഇതൊക്കെ കേട്ടിട്ട് വല്ലതിന്റെ കയ്യിൽ നിന്ന് കത്ത് മേടിച്ചോണ്ട് വന്നിട്ടല്ലോ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും. ഇപ്പൊ കത്തുന്നില്ല, വാട്സപ്പാ. ചുമ്മാ എന്തുവേട്ടാ ഇത്? ട്രോഫി നോക്കാൻ വേണ്ടി കുഴിച്ചാന്നോ ചേട്ടാ? ഇത് ട്രോഫി നോക്കാൻ വേണ്ടി കുഴിച്ചാന്ന് തോന്നുന്നു. എടാ, ഇത് പോടെ കിടങ്ങ അവിടെ. ഇതെനിക്ക് ലോങ് ജമ്പ് ചാടാനുള്ള പിറ്റാണ്. അങ്ങനെ നീ കുറെ വിറ്റ് കാണേണ്ടി വരും. നീ അവിടെ അടുത്ത് പോയി ചോദിക്കേ, ആ സിദ്ധാർത്ഥ എത്ര മീറ്ററാണ് ചാടിയെന്ന്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് വയസ്സാങ്കാലത്ത് എന്തോതിന്റെ കട? വെറുതെ നടുവൊടിഞ്ഞ് അവിടെ കിടക്കേണ്ടി വരുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒടിഞ്ഞാലും കുഴപ്പമില്ല. നീ നിന്റെ സിദ്ധാർത്ഥന്റെ അടുത്ത് പോയി ചോദിച്ചു അവ എത്ര മീറ്ററാണ് ചാടിയെന്ന്. എന്റെ ചേട്ടാ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന്റെ കാലിന് എത്ര നീളം ഉണ്ടാവാനാ? അതിനെയാണോ ചേട്ടൻ ഇപ്പൊ ചാടി തോപ്പിക്കാൻ പോണേ?
അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? ആ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ചാടാൻ അറിയാമെന്ന് തെളിയിച്ചേ പറ്റുള്ളൂ. എന്റെ പൊന്നുത്തോണ്ട നിങ്ങൾ ഓരോന്ന് കാണിച്ചിട്ട് കാല് മടങ്ങി അവിടെ അങ്ങനെ കിടക്കും കേട്ടോ. മാറിയില്ലേ അങ്ങോട്ട്? എന്റെ ദൈവം ദേ പോണു. ഇതെവിടെ പോവാ? പോകുന്ന വഴി അങ്ങ് പൊക്കോട്ട്. വരുന്നോ? ആ ഓണിയോ മറിച്ച് ആ സാധനം. കണ്ടാ ആ കണ്ട്. കാല് മടങ്ങിയ? ഇല്ലില്ല. നീ എന്താന്ന് വിചാരിച്ചേ? ആ സിദ്ധാർത്ഥന് മാത്രമേ ചാടാൻ പറ്റുള്ളതാ. അതെ സിദ്ധാർത്ഥന് ചാടാന്ന് പറഞ്ഞൂടായിരുന്നു. അവൻ എപ്പ ചാടിയാലും കാല് മടങ്ങി വീഴുമായിരുന്നു. അപ്പൊ ചേട്ടത്തി തള്ളിയതല്ലേ? ചെറുതായിട്ട്. എടാ ഉത്തമ ട്രോഫി കിട്ടിയിടാ. എന്താ കണ്ടാ, ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലല്ലോ. ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? എടാ ഈ ആക്രി സാധനങ്ങൾ കളയാൻ വേണ്ടി ഞാനൊരു ചാക്കി കെട്ടി വെച്ചിരുന്നു, അതിൽ നിന്ന് കിട്ടിയതാ. ചുമ്മാ അല്ല, ഞാൻ വീടിനെ മുഴുവൻ നോക്കി കണ്ടില്ല. അപ്പൊ ഇതൊക്കെ ഉള്ളതായിരുന്നല്ലേ? പിന്നെ നീ കള്ളം പറയേണ്ട കാര്യം തോന്നുന്നു. അല്ല എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ശരിയായിരിക്കുന്നു. നിനക്ക് കുറെ തോന്നും. അതെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിട്ടാ വന്നേ. ഇത് ഞാൻ കല്യാണത്തിന് പോകുന്നില്ല കേട്ടോ. അതെന്താ പോകാത്തെ? പോകുന്നില്ല അത്ര തന്നെ. വേണ്ട വേണ്ട, നീ കല്യാണത്തിന് പോകണം. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാണ്. പിന്നെ അല്ലാതെ ചേട്ടത്തി പോണം, ചേട്ടന് കൂടെ വരും. ഞാൻ വരണമെന്നില്ല, അവൾ ഒറ്റയ്ക്ക് പോയിക്കോളും. നിങ്ങൾ എന്ത് വെച്ചാൽ അയക്കോ, എനിക്ക് ബാംഗ്ലൂർ പോകണം. ഡേയ്, നീ ബാംഗ്ലൂരിൽ പൊയ്ക്കോ, മനുഷ്യന് സമാധാനം എന്താ? അങ്ങനെയാണ് എൻ്റെ കൂടെ ഉത്തമണ്ണും കൂടെ വാ. എനിക്ക് അവനൊന്ന് പരിചയപ്പെടുത്താൻ ചെയ്യാലോ. ആ ശരി, അതെ പോകുമ്പം ഇതും കൂടെ കൊണ്ടേക്കോ. എന്നിട്ട് പറയണം കാല് മടങ്ങാതെ ചാടാൻ അറിയുന്ന ഒരുത്തനാണ് എന്റെ ഭർത്താവെന്ന്. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അയ്യേ എന്തൊരു മനുഷ്യനാടാ നീ. ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് ചിരിച്ചു പോയതാണ്. നീ എന്താ പയ്യനെ ഓടിച്ചു വിട്ടില്ലേ? പിന്നെ അവൻ എന്തോ ചെയ്ത്? ഓടിച്ചൊന്നും വിട്ടല്ല. അന്ന് ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പം അവനിങ്ങനെ കുറച്ചാൾ വിഷമിച്ചൊക്കെ നടന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയി. ആ അങ്ങനെ വേണം, കുട്ടികളായാലും അങ്ങനെ വേണം. എന്നിട്ട് പിന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പം 10ാം ക്ലാസ് ആയപ്പോ ഞാൻ അവനൊരു കത്ത് കൊടുത്തു.